പത്രം ഇവിടെ മാത്രം ഇടുക. സാർ, സാർ, நல்ல அரிமுறுக்கு இருக்கு சார். ஒரு பேக்கெட் 10 ரூபாய். ഗേറ്റിൽ ഞാൻ എഴുതി വെച്ചിരുന്ന നീ വായിച്ചില്ലേ? எனக்கு படிக்க தெரியாது சார். ഗേറ്റിൽ ഞാൻ എഴുതി വെച്ചിരുന്ന ബോർഡ് നീ വായിച്ചില്ലെന്ന്? எனக்கு படிக்க தெரியாது. ஆனா முறுக்கு ரொம்ப பிரமாதம். உங்க மகளை கூப்பிடுங்க. கூப்பிடுங்க சார். ഇതൊന്നും ഇവിടെ വേണ്ട. കൊണ്ടുപോ, കൊണ്ടുപോ. நல்ல டேஸ்ட் இருக்கு சார். കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? അറിയോട്ടെ മുണ്ടം, ഉനക്ക് പൈത്യമാ? എന്റെ മകൾ എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കൊണ്ടുപോ. പൈത്യക്കാരാ, നീ വെളിയില് വാടാ, ഞാൻ പാത്തുക്കറ. നീ എങ്ങോട്ടായി പുറപ്പെട്ടു നിൽക്കുന്നത്? സ്കൂളിലേക്ക്. എന്നിട്ട് വേണം എന്റെ മനസമാധാനം കളയാനല്ലേ? മക്കള് വന്നേ, ബാ ബാ. മക്കളിരുന്നേ. മോൾക്കുള്ള ഭക്ഷണമൊക്കെ അച്ഛൻ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ടേ. അതൊക്കെ സമയാസമയത്തിന് കഴിച്ച് ഇനി മുതലുള്ള പഠിത്തമൊക്കെ ഇതിനകത്ത് മതി. അച്ഛൻ എന്തായി പറയുന്ന? മലയാളം എന്താ മനസ്സിലായില്ലേ? മോൾക്ക് ഫസ്റ്റ് പീരീഡ് എന്താ? ഇംഗ്ലീഷ്. അല്ല, കണക്കാ. കണക്ക് കണക്ക് കണക്ക്. ദാ ആദ്യം കണക്ക് പഠിക്കേ, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, പിന്നെ 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 എല്ലാം പഠിക്കേ. അച്ഛൻ ഈ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാകുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പോവുക. എന്തിനാ അമ്മ? അമ്മ വേണ്ട, അമ്മ വേണ്ട. മോളെ, അച്ഛന്റെ മോള് ഇവിടെ നിന്ന് നന്നായിട്ട് പഠിക്കണേ, നല്ല മാർക്ക് മേടിക്കണേ. അച്ഛനിപ്പോ വരേ. എത്രയായി? 20. പത്രം ഇവിടെ മാത്രം ഇടുക. ഇതെന്താ ഇവിടെ ഒരു പുതിയ ഏർപ്പാട്? ഈ കുപ്പിയും താങ്ങി പിടിച്ച് ഇവിടെ വരെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരുമാതിരി ചക്കവരട്ടി കയ്യിലെടുത്ത് തന്നിട്ട് നക്കാൻ വരട്ടെ നക്കാൻ വരട്ടെ എന്ന് പറയണ പോലെ. അതെ, സുഗുണ സാറില്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ വിഴുങ്ങാൻ വരട്ടെ. കോച്ചായതുകൊണ്ടാ കബീറേ ചാക്കോച്ചന് ഇത്രയും ആക്രാന്തം. 67 രൂപ കൊടുത്ത് ഒരു കാർണിവലിന്റെ ഫുൾ എടുത്തപ്പോഴും ഇതേ ആക്രാന്തമായിരുന്നു. സുഗുണേട്ടാ, സുഗുണ സാറേ, സുഗുണേട്ടാ, എന്താ 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 എല്ലാരും കൂടി? അല്ല, സാധാരണയായിട്ട് സുഗുണേട്ടൻ അങ്ങനെ ലീവ് എടുക്കാറില്ല. ഇതിപ്പോ 4-5 ദിവസമായി. എന്ത് പറ്റി? അത് ചോദിക്കാൻ വേണ്ടിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ സുഗുണ സാറേ, ഇമ്മീഡിയറ്റ് കണക്ഷൻ ശരിയാക്കിയതിന് ഒരു ഗൾഫുകാരൻ തന്ന പ്രസന്റാ. കണ്ടോ, സ്കോച്ച് വിസ്കി. അവന്മാരുടെ ധാരണ ഈ ലൈൻമാൻമാരെല്ലാം ഫുൾ ടൈം തണ്ണിയെന്ന. ഇനി വേണ്ടെന്ന് പറഞ്ഞ ഒരു പാക്കറ്റ് സിഗരറ്റോ ഒരു സ്പ്രേയോ കിട്ടും. അതടിച്ചിട്ട് നമുക്ക് എന്താവാനാ? യൂറിടാൻ കഴിച്ചാൽ ഇയാൾക്കൊന്നും ആവില്ല. ഇനി കാശായിട്ട് ചോദിച്ചാൽ അത് തരേയില്ല. പിന്നെ എനിക്കാണെങ്കിൽ മദ്യ ഹറാമല്ലേ. പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അടിക്കുന്നതാണ് ഒരു രസം. ഇവിടെ ഇരുന്ന് പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കാനാണെങ്കിൽ നടപ്പില്ല. എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ തന്നെ 2 അടിച്ചിട്ട് കണ്ണ് കണ്ടില്ല ചുമന്നിരിക്കണത്. അതിനിപ്പോ നമ്മളുടെ ഇടയിൽ ആരാ പാട്ട് പാടാൻ? ഏറി പോയാൽ ഞാൻ 2 വരി കവിതയല്ലും, അത്രയല്ലേ ഉള്ളൂ. കാളി കാളിമയാർന്നോളെ എൻ കാമം തീർക്കാനുണരു ഉണരു പച്ചമണക്കും നിന്തനു പുൽകാൻ കച്ചയഴിച്ചു കളിക്കാൻ. കാളി കാളിമയാർന്നോളെ എൻ കാമം തീർക്കാനുണരു. മുതിർന്നൊരു പെൺകുട്ടിയുള്ള വീടാത്. ഇവിടെ നിന്ന് വൃത്തികേടുവല്ലോ പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഇത് നമ്മുടെ കടമനട്ട. എന്റെ ചാക്കോച്ച ഒന്ന് വാമൂട്. ഒരു കടമനട്ട. ചുമ്മാ കൈ മെനക്കെടുത്തിക്കരുത് ആൾക്കാരെ കൊണ്ട്. സാറേ, പോയി ഒരു 2 ഗ്ലാസ് നിർത്തി വെള്ളം എടുത്തോണ്ട്. അല്ല, അല്ല, ആരാ ഇത്? സ്കൂൾ യൂണിഫോമിൽ ഇവളെ കാണുമ്പോ ഇത്ര പോരം പോന്ന കുട്ടിയാ. ഇപ്പതേ കെട്ടിച്ചു കൊടുക്കാൻ പ്രായമായി. അയ്യോ മോളെ, ഒരു 2-3 ഗ്ലാസും കുറച്ച് വെള്ളവും ലേശ അച്ചറും എടുത്തോളൂ. കേറി പൊടിയകത്ത്. എന്റെ മോളെ
എന്റെ മോളെ എന്തിനാ ആ കണ്ണുകൊണ്ട് നോക്കിയത്? സുഗുണ സാറേ ഏയ്, എന്റെ മോളെ എന്തിനാ കണ്ണുകൊണ്ട് നോക്കിയെന്ന്? എന്താ സുനേട്ട ഏയ്, ഇറങ്ങിപ്പോ. സാറേ അവൻ വെറുതെ ഓ ഓ ഇറങ്ങിപ്പോ. ചോദിക്കില്ലേ സാറേ, സ്കോച്ചാ. ഇറങ്ങിപ്പോ. പോ. 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 ഇപ്പൊ മതിയില്ല എല്ലാവർക്കും. സുഗുണ സാറിനോട് കൂട്ടത്തില്ലാണ്ട് എന്തായിരുന്നു ചിലർക്കൊക്കെ? ഇപ്പൊ സമാധാനായല്ലോ. തീർന്നു, ഇനി വരില്ല. വാ. ആരും ഫോൺ എടുക്കണില്ല അല്ലേ മോളെ? ഇവിടത്തെ നമ്പർ ആയതുകൊണ്ടാവാം അവൻ എടുക്കാത്തത്. എന്നാലും അഞ്ജുവിന് എടുക്കാലോ. അരുതെന്ന് സുഗുണം വിലക്കിയിട്ടുണ്ടെങ്കിലോ? ഇപ്പൊ നിന്റെ ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞു, നാളെ നിന്നെ കാണരുതെന്നും പറയും. അത് അങ്ങേര് മാത്രം തീരുമാനിച്ച പോരാ. എന്റെ മോളെയും കൂട്ടി ഇറങ്ങിപ്പോരാൻ എനിക്കറിയാം. വയസ്സനായ എന്റെ ധൈര്യത്തിലോ അതോ നിന്റെ ആങ്ങളയുടെ ഉറപ്പിന്മേലോ? അവൻ എന്നെ തള്ളി പറയില്ല. ശരി, പക്ഷെ എത്ര നാളത്തേക്ക്? നാളെ അവർക്കിടയിലേക്കൊരു കുഞ്ഞുകൂടി വരും. പിന്നെ അവരുടെ ലോകം വേറെയാ. ആ സന്തോഷത്തിന്റെ ഇടയിൽ പെങ്ങളെയും കുട്ടിയെയും പോറ്റേണ്ട ബാധ്യതയായി എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കണോ? സുഗുണനെ ഒരു പാഠം പഠിപ്പിക്കാനല്ലേ നീ ഇറങ്ങിപ്പോന്നത്? നീ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് അവൻ കാണിച്ചു തന്നില്ലേ? ഇനിയും കുറെ കാലം നീ ഇവിടെ നിന്നാ പിന്നെ സുഗുണന്റെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല എന്റെ കുട്ടി. എന്നുവെച്ച് ഒരു തവണ പോലും എന്നെ ഒന്ന് ഫോണിൽ വിളിക്കാൻ മെനക്കെടാത്ത ആളുടെ അടുത്തേക്ക് ഞാൻ തെറ്റും മാപ്പും പറഞ്ഞ് മടങ്ങി ചെല്ലണോന്നാണോ? മോളെ, അച്ഛൻ വക്കീൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് കുടുംബ കോടതിയിൽ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും യോജിക്കില്ല എന്ന് തീരുമാനമെടുത്ത ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെയൊക്കെ വക്കാലത്ത് എഴുതി എഴുതി അച്ഛൻ പഠിച്ചൊരു പാടുണ്ട്. നമ്മൾ മനുഷ്യന്മാര് മുഴുവൻ സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുന്ന വക്കീലന്മാരാ എന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ തെറ്റ് വലുതാക്കി കാണിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാര്. സ്വന്തം മനസാക്ഷിയുടെ മുൻപില് ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തത്രപ്പാടാ മനുഷ്യർക്ക്. അവസാനം ഞാനും തെറ്റായിരുന്നു എന്ന് ബോധ്യാവുമ്പോഴേക്കും ജീവിതം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയുള്ള കാലം മുഴുവൻ എനിക്കെന്റെ തെറ്റ് തിരുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നീറി കഴിയന്നെ. അങ്ങനെ ഒരു വിധി എന്റെ മോൾക്കുണ്ടാകാതിരിക്കാൻ പറയാണ്. ആദ്യം നീ അഞ്ജുവിന്റെ സ്കൂളിൽ ചെന്ന് അവളെയും കൂട്ടി അവന്റെ അടുക്ക പോകും. നാളെ സ്വന്തം മോള് കൂടി നിന്നെ തള്ളി പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ജീവിതം തന്ന ദൈവത്തിന്റെ മുൻപിൽ അവസാനം ജയിച്ചു എന്ന് പറയാം. മനുഷ്യന്മാരുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ തോൽക്കുന്നത് നല്ലതാ മോളെ. ഒരു കാരണം ബോധിപ്പിക്കാതെ 2 ആഴ്ചയായി ക്ലാസ് മുടങ്ങുക. അത് സ്വന്തം അമ്മ പോലും അറിയാതെ. എന്താ ഇതൊക്കെ? ഇത്ര ഇറസ്പോൺസിബിളായി ഒരു പാരന്റ് പോലും ഈ സ്കൂളിൽ പെരുമാറിയിട്ടില്ല. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറെ ദിവസമായി വീട്ടിലായിരുന്നു. സോ വാട്ട്? മകളുടെ ഒരു കാര്യം അന്വേഷിക്കണ്ടെന്നാണോ അതിനർത്ഥം? അടുപ്പിച്ച് 3 ദിവസത്തിൽ കൂടുതൽ മുടങ്ങിയാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഇവിടെ ഒരു കുട്ടിയും കയറ്റാറില്ലെന്ന് അറിയില്ലേ? ഇതിപ്പോ സ്കൂളിൽ നിന്ന് ഫോൺ ചെയ്ത് നോക്കിയിട്ട് മെമ്മോ അയച്ചിട്ടും മറുപടി ഇല്ലെന്ന് വന്നാൽ? സ്കൂളിലെ ബ്രൈറ്റ് സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു അഞ്ജന. ഇനിയിപ്പോ പബ്ലിക് എക്സാമിന് ഇരുത്തണോന്ന് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. അയ്യോ ടീച്ചർ, അങ്ങനെയൊന്നും. സി, നിങ്ങൾ അച്ഛനും അമ്മയും മകളുമായി വന്നാൽ മാത്രമേ ഇനി ഈ സ്കൂളിൽ അഞ്ജന പഠിക്കണമെന്ന് തന്നെ ആലോചിക്കാൻ പറ്റൂ. ദാറ്റ്സ് ഓൾ. എന്റെ പെങ്ങളെ, അന്ന് അവിടെ നാട്ടിയിറക്കി വിട്ടതിന് ശേഷം സുഗുണ സാറിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഓഫീസിലേക്ക് കാണാണ്ടായപ്പോ കുറച്ച് ദിവസം ഞങ്ങൾ കള്ളൊപ്പിട്ടു. പിന്നെ അത് താരാമടം പിടിച്ചു. അവര് മുകളിലേക്ക് എന്തായാലും റിപ്പോർട്ട് അയച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ജോലി പോകുന്നുള്ളത് ഉറപ്പാ. 1-2 തവണ ഫോണിൽ വിളിച്ചു, എടുത്തില്ല. ഇനി മാനസാന്തരം വന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുമെന്നാ ഞാൻ കരുതിയത്.
നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ? ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി പോകുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ ഒരു മടി. പോകാനുള്ള മടിയുള്ളത് കൊണ്ടാ ഞങ്ങളും പോവാതിരുന്നത്. ചാക്കോച്ച, എന്തായാലും ചേച്ചി ഇവിടെ വരെ വന്നതല്ലേ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? സുഗുണേട്ടാ, സുഗുണ സാറേ, സുഗുണേട്ടാ, 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 അഞ്ജു, സുഗുണേട്ടാ, സുഗുണ സാറേ, അഞ്ജു, വാതില് തുറക്ക്. അപ്പുറത്ത് നോക്കിയാലോ? അഞ്ജു, സുഗുണ സാറേ, ഈശ്വരാ. അഞ്ജു, സുഗുണ സാറേ, സുഗുണ സാറേ, അഞ്ജു, മോളെ, സുഗുണ സാറേ, സുഗുണേട്ടാ. ചേച്ചി, മോളെ, മോളെ, അഞ്ജു, അമ്മയാ, മോളെ. മോക്കൊന്നുമില്ലേ? അച്ഛൻ്റെ മോക്കൊന്നുമില്ല. അച്ഛനുണ്ടേ, അച്ഛനുണ്ട്. ഇത് മാറ്റിട്ട് മോക്ക് പുതിയ പുതപ്പിച്ചിടേ. മക്കളെ പനിയൊക്കെ പൊക്കോവേ. സുഗുണേട്ടാ, ഇറക്കി വിടാന്നെ മോളെ, വാതില് തുറക്ക് സുഗുണേട്ടാ. തുറക്കാ വാതില്, എന്തായി കാണിക്കണേ? തുറക്കാൻ. സുഗുണേട്ടാ, വാതില് തുറക്ക് സുഗുണേട്ടാ. മക്കള് വാ, സുഗുണേട്ടാ, അച്ഛൻ്റെ മോള് വാ. വാതില് തുറക്കാൻ. ഇറക്കി വിടാളെ. സുഗുണേട്ടാ, അവിടെ വീട് സുഗുണേട്ടാ. ഇല്ല. വേണ്ട, എന്റെ അടുത്ത് വരരുത്, അടുത്ത് വരരുതെന്നല്ലേ പറഞ്ഞത്. സുഗുണേട്ടാ, ഇറക്കി വിടാ. എന്റെ മോളെ തൊടരുത്. സുഗുണേട്ടാ, വേണ്ട, എന്തായി കാണിക്കണേ? എന്റെ അടുത്ത് വരരുത്. മോളെ വീട് വേണ്ട, സുഗുണേട്ടാ. ഓടാ, എന്റെ മോളെ തല്ല്. വരരുത്. വേണ്ട, വീട് സുഗുണേട്ടാ. വേണ്ട, എന്റെ അടുത്ത് വരരുത്. അടുത്ത് വരരുത്. എന്റെ അടുത്ത് വരരുത്. കൊല്ലിട്ടാണല്ലോ അച്ഛനുണ്ട്. മക്കളെ പേടിക്കണ്ട, അച്ഛനുണ്ട്. അടുത്ത് വരരുത്. വേണ്ടടാ. ചേച്ചി, മോളെ പിടിക്ക്. അച്ഛാ! നടന്നത് എന്തൊക്കെയാണെന്ന് സുഗുണൻ ഓർമ്മയുണ്ടല്ലോ. സ്വബോധമില്ലാത്ത മനസ്സുമായി കാര്യകാരണ ബന്ധമില്ലാതെ പുലമ്പിക്കൊണ്ട് 3-4 ദിവസം സുഗുണൻ ഇവിടെ കഴിഞ്ഞു.
2 പേരുകളായിരുന്നു ആ സമയത്ത് താൻ ആവർത്തിച്ചുകൊണ്ടിരുന്നത്, അഞ്ജന എന്നും ബിന്ദു എന്നും. അതിനർത്ഥം മനസ്സിൽ നിന്ന് ഭാര്യയെ പടിയിറക്കാൻ സുഗുണനായിട്ടില്ല എന്നല്ലേ? തന്റെ പ്രശ്നം എന്തായിരുന്നറിയാമോ? സൂപ്പർ ഈഗോ. ഭാര്യയേക്കാൾ ഏതർത്ഥത്തിലും മികച്ചവനാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത. സുഗുണനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വീട്ടുജോലി എടുക്കാനും അടക്കി ഭരിക്കാനുമുള്ള ഒരടിമ മാത്രമായിരുന്നു. ശരിയല്ലേ? ഭാര്യമാരങ്ങനെ കഴിയേണ്ടവരല്ല സുഗുണ. കാരണം ലോകത്തിന്നേ വരെ ഒരടിമയും അതിന്റെ ഉടമയെ സ്നേഹിച്ചിട്ടില്ല. ഭാര്യ വീട് വിട്ടു പോയപ്പോ തന്റെ മനസ്സും കൂടെ ഒപ്പം പോയത്. അതുകൊണ്ടാ അന്നേ വരെ ഒരു ടെൻഷനും കൂടാതെ ജീവിച്ചിരുന്ന നിങ്ങളെ ചെറിയ പ്രശ്നങ്ങൾ പോലും അസ്വസ്ഥനാക്കാൻ തുടങ്ങിയത്. മകളൊരു അപകടത്തിൽപ്പെട്ടപ്പോ നിങ്ങളുടെ മനസ്സിന്റെ ബാലൻസാ നഷ്ടപ്പെട്ടു. എന്നിട്ടും ഭാര്യ വിവരം അറിയിക്കാനോ തിരിച്ചു വിളിക്കാനോ നിങ്ങൾ തയ്യാറായില്ല. എടോ, ഒരു വീടിന്റെ രക്ഷാവലയോന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാ. അതെന്നില്ലാതാകുന്നോ ആ കുടുംബം അന്ന് നശിച്ചു. മകളോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ ഒരു കാര്യം മറന്നു. തന്റെ മകളുടെ പ്രായവും അവളുടെ മനസ്സും. പെൺകുട്ടികളുടെ മനസ്സ് തിരിച്ചറിയാൻ അമ്മ തന്നെ വേണം സുഗുണ. ഒരച്ഛൻ എത്ര കണ്ട് വായിക്കാൻ ശ്രമിച്ചാലും അത് തെളിഞ്ഞു കിട്ടില്ല. ഡോക്ടർ പ്ലീസ്, എനിക്ക് എന്റെ മകളെ ഒന്ന് കാണണം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഇനിയും പഴയ പോലെ മകളുമായി ഒറ്റയ്ക്ക് ജീവിക്കാനാണോ സുഗുണന്റെ തീരുമാനം? ബിന്ദു മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രായപൂർത്തിയാകാത്ത മകളെ ഉപേക്ഷിച്ചു പോയത് നിങ്ങൾ ഈ സൊസൈറ്റിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൈമാണെന്നേ ഞാൻ പറയൂ. എന്താ, ശരിയല്ലേ? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയത്? വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം തരുന്നില്ല എന്നതുകൊണ്ടോ? സുഗുണൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അയാൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത് ഭാര്യയുടെ സ്നേഹം മാത്രമല്ല, മരിച്ചുപോയ അയാളുടെ അമ്മയുടെ വാത്സല്യം കൂടിയാണ്. ആ സ്നേഹവും വാത്സല്യവും നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് ലഭിക്കാതെ വന്നപ്പോ സുഗുണൻ പ്രതികരിച്ചത് നിങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും കുറ്റം കണ്ടെത്തിക്കൊണ്ടായിരുന്നു. ബിന്ദു, ഭർത്താവ് നൽകുന്ന സ്നേഹം, സംരക്ഷണം, അതാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശമ്പളം. ഭാര്യയുടെയും ഭർത്താവിന്റെയും മനസ്സുകൾ തമ്മിൽ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ഒഴിവാക്കാനാകാത്ത ഒരു ടെലിപ്പതിക് റിലേഷൻഷിപ്പ് ഉണ്ട്. സുഗുണൻ കുഴപ്പത്തിലായ സമയത്ത് തന്നെ ബിന്ദുവിന് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ. സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഈ പിണക്കമെന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിലെ തീയാടോ. ഒരു തീരുമാനമെടുത്തിട്ടേ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കൂന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പഴയ പോലെ ബിന്ദുവിന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാം, സുഗുണന് തിരിച്ചും പോവാം. മകളുടെ കാര്യത്തിൽ കോടതി മുഖേന ഒരു ഫൈനൽ ഡിസിഷനിലെത്തട്ടെ. സിസ്റ്റർ, ആ കുട്ടിയെ കൊണ്ടുവരും. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വീണ്ടും ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെയെന്ന്. ആ മോള് വാ. ഇപ്പൊ വേദനയൊന്നുമില്ലല്ലോ? ഇല്ല. സുഖായിരിക്കുന്നില്ലേ? മിടുക്കി. ദാ മോളുടെ അച്ഛനും അമ്മയും. ഇനിയുള്ള കാലം ഇവരിൽ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മോളാ. അങ്ങളിപ്പോ വരാം. എനിക്ക് രണ്ടുപേരെ വേണം. അമ്മയെ വേണം, അച്ഛനെ വേണം.
ചായ. ആ സ്വർണത്തിന്റെ വിലയൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നിന്റെ അമ്മയോട് ചെന്ന് പറയായിരുന്നു. അതിനച്ഛൻ ഇപ്പൊ സ്വർണം വാങ്ങാൻ പോകുന്നുണ്ടോ? വാങ്ങിയിട്ട് വേണോടി വിലയറിയാൻ. അത് നിന്റെ അമ്മയ്ക്കൊരു സമാധാനമാവുമെങ്കിൽ ആയിക്കോട്ടെ. ബിന്ദു, സ്വർണത്തിന്റെ വിലയില് ഒരാഴ്ചയായിട്ട് ഒരു മാറ്റവും ഇല്ല കേട്ടോ. നീയായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനായിട്ടൊന്നും അറിഞ്ഞു വാങ്ങി തന്നിട്ടുമില്ല. ഇനി പറയേ, നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. പൊന്നും പണ്ടും ഒന്നും. എപ്പോഴും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി.